കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ സുവിനെ കാണിച്ചുകൊണ്ടാണ്. സു അവളുടെ ജോലി സംബന്ധമായ ഒരു വലിയ യാത്രയ്ക്ക് ശേഷം തിരിച്ച് അവളുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടെ എത്തുന്നു. അവളും ബോയ് ഫ്രണ്ട് ആയ നിങ്ങും താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം സുവിന്റെ ബോയ് ഫ്രണ്ട് ആയ നിങ് അവിടെ ഷീ എന്നൊരു പെണ്ണിന്റെ കൂടെ ഒന്നിച്ചുള്ള കാഴ്ചയാണ് സു കാണുന്നത്. സു ആകെ ഞെട്ടി കണക്ക് തന്നെ സുവിനെ അവിടെ കാണുമ്പോൾ നിങ്ങും ഞെട്ടുന്നുണ്ട്. നിങ് സുവിനോട് നീ വിചാരിക്കുന്ന കണക്കല്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ എക്സ്പ്ലനേഷൻ നൽകാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സു ചെവി കൊടുക്കുന്നില്ല. അവൾ വളരെ ദേഷ്യത്തിൽ ഷീയുടെ കാരണം പൊകിക്കുന്നു. എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം, ഇത്തരം ഒരു ചതി ഒരിക്കലും ഞാൻ നിന്നിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നായിരുന്നു അവിടെ സുവിന്റെ റിയാക്ഷൻ. കാരണം ഒന്ന് അവളുടെ ബോയ് ഫ്രണ്ട് ആണ്, മറ്റേത് അവളുടെ സുഹൃത്തായ പെൺകുട്ടിയുമായിരുന്നു. അവൾ ദേഷ്യത്തില് അവിടെ നിന്ന് പോകാനെ ഒരുങ്ങുമ്പോഴേക്കും ഇവൾ ഇവിടെ നിന്ന് പോയാല് തങ്ങൾക്കത് പ്രശ്നമാകും, ഇവളുടെ ബോയ് ഫ്രണ്ടിനെ താൻ തട്ടിയെടുക്കാൻ നോക്കി എന്നുള്ള രീതിക്ക് എല്ലാവരും തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയും എന്ന് ടെൻഷനാവുന്ന ഷീ വേഗം തന്നെ സൂവിനെ അവിടെ നിന്ന് വിടാതിരിക്കാനായി പുറകിൽ നിന്ന് അവളുടെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തുന്നുണ്ട്. ബോധം കെട്ട സൂവിനിട്ട് ഒരു പണി കൊടുത്ത് അവൾ ഇനി ഒരിക്കലും ഇവരുടെ ലൈഫിലേക്ക് ഒരു തടസ്സമായി വരാത്ത രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായി ഷീ വേഗം സൂവിനെ അവളെ ബോധം കെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ഒരു ഹോട്ടൽ റൂമിലേക്ക് എത്തിക്കാനും അതുവഴി അവളെ ഒരു ട്രാപ്പിലാക്കാനും നോക്കുന്നുണ്ട്. ആ മുറിയിൽ ലു എന്നൊരു വയസ്സനായ ഒട്ടും തന്നെ നല്ല സ്വഭാവമില്ലാത്ത സ്ത്രീകളെയെല്ലാം വളരെ മോശമായ കണ്ണോടുകൂടി കാണുന്ന ഒരു ബിസിനസ്സുകാരനുണ്ട്. അയാളെ അവിടേക്ക് എത്തിക്കാനും ഇവളെ അതുവഴി ട്രാപ്പ് ചെയ്യാനുമായി ഷീ ശ്രമിക്കുന്നുണ്ടെങ്കിലും തലനാടിയിലേക്ക് സു ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അവൾക്ക് കറക്റ്റ് സമയത്ത് ഉണരാൻ സാധിച്ചതുകൊണ്ടാണ് അയാൾ അവളെ ഉപദ്രവിക്കാൻ നോക്കുമ്പോഴേക്കും അവൾക്ക് രക്ഷപ്പെട്ടു പോരാനേ കഴിഞ്ഞത്. അങ്ങനെ രക്ഷപ്പെട്ടു വരുന്ന അവൾ നേരെ ചെന്ന് പെടുന്നത് ജിയുടെ മുന്നിലാണ്. ജി എന്നതും ആ നാട്ടിലെ വലിയൊരു സിഇഒ തന്നെയായിരുന്നു. ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായി ആ ഒരു ഹോട്ടലിലേക്ക് എത്തിയ ജി ഇവിടെ അവന്റെ മുന്നിലേക്ക് ആകെ പാനിക്കായി വീക്കായി വന്നു വീഴുന്ന സൂവിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ജി വളരെ ജെന്റിൽമാൻ ആയതുകൊണ്ട് തന്നെ അവൻ മയങ്ങി പോകുന്നവൾ ഉണരുന്നത് വരെ അവിടെ കാവലിരിക്കുന്നുണ്ട്. അങ്ങനെ ഷീ ആകട്ടെ സൂവിനെ നാണം കെടുത്താനായി അവൾ ഈ ബിസിനസ്സുകാരന്റെ കൂടെ ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് മീഡിയയുടെ മുന്നിലൊക്കെ എത്തിക്കണമെന്ന രീതിക്ക് 2-3 മഞ്ഞപത്രക്കാരും കൊണ്ടാണ് വരുന്നത്. അങ്ങനെ അവൾ സൂവിനെ കണ്ടുപിടിക്കുമ്പോഴേക്കും സൂവും ജിയും ഒന്നിച്ചൊരു റൂമിലുള്ളതാണ് അവൾ കാണുന്നത്. ഈ ജി വലിയൊരു ബിസിനസ്സുകാരനാണ്. ചെറുപ്പക്കാരനും അതിസമ്പന്നനുമായ ജി കാണാൻ സുന്ദരനായതുകൊണ്ടും അവൻ സ്ത്രീകൾക്കിടയിൽ വളരെ പോപ്പുലർ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ സൂവിനൊക്കെ സൈഡിലൂടെ നിങ്ങുമായി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഇതുപോലെ ഒരു ബിസിനസ്സുകാരനെ കാണുമ്പോൾ അവളുടെ കണ്ണ് തീർച്ചയായും മഞ്ഞളിക്കുമല്ലോ. അവൾ ഇവരൊന്നിച്ചുള്ളത് കണ്ട് ആകെ ഷോക്കാവുന്നു. കൂടാതെ ആ മീഡിയക്കാർ ഇവരൊന്നിച്ചുള്ള ഫോട്ടോസും വീഡിയോസും അപ്പോഴേക്കും ക്യാപ്ചർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ജി ആകട്ടെ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഹെൽപ്പ് ചെയ്തതാണ് എന്നതൊന്നും പറയാൻ നിൽക്കാതെ അവനും ഇവളും റിലേഷൻഷിപ്പിലാണെന്ന് കണക്ക് തന്നെ അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഷീ ആകെ നാണം കെട്ട് അവളുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഈ ജി എന്തിനാണ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് സൂവിന് മനസ്സിലാവുന്നില്ല. കാരണം ജി അവൾക്ക് ഒരു വലിയ ബിസിനസ്സുകാരൻ എന്ന രീതിക്ക് അറിയാമായിരുന്നു. അല്ലാതെ ഇയാൾ എന്തിനു തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ മുന്നിൽ ഹെൽപ്പ് ചെയ്യണം എന്നത് മനസ്സിലാവാതെ അവൾ നിൽക്കുമ്പോൾ അവൻ അവളുടെ കാര്യങ്ങൾ നോക്കാനായി അവന് താല്പര്യമുണ്ട്, അവളുടെ കൂടെ നിൽക്കാൻ അവന് താല്പര്യമുണ്ട്, അവനെ ബോയ് ഫ്രണ്ടായി അക്സെപ്റ്റ് ചെയ്യാമോ എന്ന് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഓൾറെഡി തന്റെ ബോയ് ഫ്രണ്ടിൽ നിന്ന് അത് വർഷങ്ങളായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വല്ലാത്ത ഒരു തേപ്പ് കിട്ടി നിൽക്കുന്ന ആ ഒരു സമയത്ത് അവൾ ആരുടെയും പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാനായി തയ്യാറായിരുന്നില്ല. നടക്കില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോന്നു. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്റെ എക്സ് ബോയ് ഫ്രണ്ടും തന്നെ പറ്റിച്ച തന്റെ ഈ ഫ്രണ്ടും കൂടി തന്റെ മുന്നിൽ ഇങ്ങനെ പ്രേമനാടകം കളിച്ച് നടക്കുന്നത് സൂവിന് അങ്ങോട്ട് സഹിക്കുന്നില്ല. അവർക്കിട്ട് ഒരു പണി കൊടുക്കാനായി തന്നെ അവൾ പ്ലാൻ ചെയ്യുന്നു. അതിനായി അവൾ തിരഞ്ഞെടുക്കുന്നത് ഷീയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നിങ് നടത്തുന്ന ഒരു സന്ദർഭമാണ്. വളരെ എക്സ്പെൻസീവ് ആയ ഒരു നെക്ലേസ് ആണ് നിങ് ഷീക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന സു ആ ഒരു സെലിബ്രേഷൻ നടക്കുന്ന ഹോട്ടലിലെ എല്ലാ സ്റ്റാഫുകൾക്കും അത്തരം ഒരു നെക്ലേസ് വാങ്ങി നൽകാനും ഇത് വലിയ സംഭവം നല്ല കണ്ടോ, ഇവിടുത്തെ ജോലിക്കാരികൾ വരെ ഈ നെക്ലേസ് ആണ് ഇടുന്നത് എന്ന രീതിക്ക് ഷീയെ നാണം കെടുത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും പേർക്ക് നെക്ലേസ് വാങ്ങി നൽകാനായിട്ടുള്ള ക്യാഷ് അവളുടെ കയ്യിലില്ല. കാരണം അത് അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നെക്ലേസ് ആയിരുന്നു. അവൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അവളെ പ്രപ്പോസ് ചെയ്ത ജിയുടെ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. തുടർന്ന് അവൾ ജിയോട് ഹെൽപ്പ് ചോദിക്കുന്നു. എന്തിനാണെന്ന് ഇത്രയും നെക്ലേസ് വാങ്ങാനുള്ള കാശ് അവൾ ചോദിക്കുമ്പോൾ അവൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള മറുപടി അവൾ കൊടുക്കുന്നില്ല. എന്നിരുന്നാലും അവളോടുള്ള താല്പര്യം കൊണ്ട് അവൾ എന്തോ കൊനിഷ്ടൊപ്പിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൻ ഹെൽപ്പ് ചെയ്യാനായി തയ്യാറാവുന്നു. തുടർന്ന് അവൾ ആ ഒരു എമൗണ്ടിന് നെക്ലേസ് ഒക്കെ വാങ്ങിച്ച് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് കൊടുക്കുകയും അങ്ങനെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന സമയം ഈ ഒരു നെക്ലേസ് നിങ് ഷീക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റാഫ്സ് വരെ ഈ ഒരു നെക്ലേസ് ആണ് ഇടുന്നത്. ഇത് ഒരു ചീപ്പ് ഗിഫ്റ്റ് ആയി പോയെന്ന ഈഗോ ഷീയുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായി സോവിന് സാധിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ രണ്ടെണ്ണത്തിന് വിട്ട് ഒരു പണി കൊടുക്കാൻ സാധിച്ചു, നിങ്ങിനെ ഷീയുടെ മുന്നിൽ നാണം കെടുത്താൻ സാധിച്ചു എന്ന ഒരു സന്തോഷം സോവിന് ഉണ്ടാവുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ജി ആകട്ടെ ഇവൾ തന്നെ യൂസ് ചെയ്യായിരുന്നു. അവളുടെ എക്സിനെ അസൂയ പിടിപ്പിക്കാനായി അവൾ ഇത് ചെയ്യുകയായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നു. അവൻ അതിന്റെ പേരിൽ ഇഷ്ടക്കേട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവളോട് ദേഷ്യപ്പെടുന്നു. തന്ന കാശ് തിരിച്ചു തരണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഇവൾ മനഃപൂർവ്വം കരുതി കൂട്ടി എല്ലാവർക്കും ഇത് ഗിഫ്റ്റ് ചെയ്ത് തന്റെ ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ ഒരു സീൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണെന്ന് ഷീ മനസ്സിലാക്കുമ്പോൾ അവൾ അതിനെപ്പറ്റി സൂവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ കറക്റ്റായി ജി ഇടപെടുന്നത് കൊണ്ട് തന്നെ സൂ നാണം കിടന്നില്ല. ഈ നെക്ലേസ് പർച്ചേസ് ചെയ്തത് ഒരിക്കലും സൂ അല്ല, അത് ഞാനാണ്. നിങ്ങളുടെ പാർട്ടി നടന്നത് എന്റെ ഹോട്ടലിലാണല്ലോ, അവിടുത്തെ സ്റ്റാഫ്സിന് ഞാൻ റിവാർഡ് നൽകിയതായിരുന്നു ആ നെക്ലേസ് എന്ന് പറഞ്ഞ് താനാണ് അത് പർച്ചേസ് ചെയ്തത് എന്ന ഡീറ്റെയിൽസ് ജി കാണിക്കുമ്പോൾ കുശുമ്പ് കൊണ്ട് ഇതൊക്കെ സൂ ചെയ്തതാണെന്ന് ഷീ അവിടെ സ്ഥാപിച്ചെടുക്കാൻ നോക്കിയതിൽ നിന്ന് സൂ രക്ഷപ്പെടുന്നു. അവൾ അതിന്റെ പേരിൽ അവനോട് താങ്ക്സ് പറയുന്നുണ്ടെങ്കിലും അവൻ അപ്പോഴും ഇവൾ തന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാതെ അവളുടെ എക്സിനെ അസൂയ പിടിപ്പിക്കാൻ
പിടിക്കാനായി എക്സിനിട്ട് പണി കൊടുക്കാനായിട്ട് തന്നെ യൂസ് ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലായതിന്റെ പരിഭവം അവളോട് കാണിക്കുന്നുണ്ട്. എപ്പോഴും കാശ് തിരിച്ചു തരാന്ന് അപ്പോഴും അവൻ മനഃപൂർവ്വം തന്നെ ചോദിക്കുമ്പോൾ തരാം, കുറച്ച് ടൈം വേണമെന്ന് അവളും പറയുന്നു. പക്ഷെ അവൾ ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് വഴി അവൾക്ക് കിട്ടുന്ന കാശ് തന്റെ കടം തീർക്കാനായി ഒരിക്കലും മതിയാവില്ലെന്നും അതുകൊണ്ട് അവന്റെ ഗേൾ ഫ്രണ്ട് ആയിക്കൂടെ അതുവഴി കടം വീട്ടിക്കൂടെ എന്ന് അവൻ അവളെ വീണ്ടും പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷെ അപ്പോഴും അവൾ ആ പ്രപ്പോസൽ റിജക്ട് ചെയ്ത് പോവുകയാണ്. അങ്ങനെ പിന്നീട് സൂവിനിട്ട് ഒരു പണി കൊടുക്കാനായി ഷീ അവളുടെ ജോലി നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഇറങ്ങി പൊക്കണമെന്ന് പറഞ്ഞ് അവളുടെ അവിടുത്തെ സാധനങ്ങളൊക്കെ വലിച്ചെറിയാനായി ഷീ ശ്രമിക്കുമ്പോഴേക്കും അതിൽ ജി ഇടപെടുന്നുണ്ട്. കാരണം അവൻ ഈ ഒരു സ്ഥാപനം അക്വയർ ചെയ്തിരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ അവന്റെ കീഴിലുള്ള ഈ സ്ഥാപനത്തിൽ ഡിസിഷൻ എടുക്കേണ്ടത് ഇനി അവനാണെന്നും സൂവിനെ പറഞ്ഞു വിടുന്നില്ല എന്നതാണ് തന്റെ തീരുമാനമെന്നും ഷീയുടെ മുന്നിൽ വെച്ച് സൂവിനെ ചേർത്ത് പിടിച്ച് ജി പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ടായിരുന്നു. ഒരു വട്ടെങ്കിൽ ഒരു വട്ടം ഇവളുടെ മുന്നിൽ ജയിക്കാനായി സാധിച്ചല്ലോ എന്ന്. പക്ഷെ അപ്പോഴേക്കും വേറൊരു പണി. സൂവിന്റെ പേരിൽ ഉണ്ടായിരുന്ന അപ്പാർട്ട്മെന്റ് ഇല്ലേ, ആ അപ്പാർട്ട്മെന്റ് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്ന നിങ്ങിന്റെ ചില ആവശ്യങ്ങൾക്ക് പണയം വെക്കാനായി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ് കാശ് തിരിച്ചടയ്ക്കുമെന്ന ഉറപ്പിന്റെ പുറത്തായിരുന്നു അത് കൊടുത്തത്. പക്ഷെ അവനത് തിരിച്ചടയ്ക്കാതെ അവൾക്ക് ഇപ്പോൾ അത് ജപ്തിയായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അവൾക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു സ്വത്തായിരുന്നു അതും മരണപ്പെട്ട അവളുടെ അച്ഛൻ അവൾക്കായി നൽകിയ വീട്. അത് നഷ്ടപ്പെട്ടിപ്പോ നിൽക്കുന്ന അവൾ ആകെ സങ്കടത്തിലാവുന്നു. തുടർന്ന് അവൾക്കപ്പോ സഹായം ചോദിക്കാനായി ജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ അടുത്ത് അവളുടെ ഇപ്പോഴത്തെ നിലനിൽപ്പിന് വേണ്ടി ഒരു താമസ സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്യാനായി കുറച്ച് കാശ് അവൾ കടം ചോദിക്കുമ്പോൾ അവൻ അപ്പോഴും അവന്റെ ഗേൾ ഫ്രണ്ട് ആയാലും സഹായിക്കാം എന്ന രീതിക്ക് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇഷ്ടം എന്നത് ഇങ്ങനെ ബലമായി പിടിച്ചു വാങ്ങേണ്ടതല്ല, അത് മനസ്സറിഞ്ഞ് തോന്നേണ്ടതും തരേണ്ടതുമാണ്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അവൻ അപ്പോഴും റിജക്ട് ചെയ്യുന്നു. അങ്ങനെ ജിയുടെ അടുത്ത് നിന്ന് പോകുന്ന സു അവളുടെ വീടിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ നിങ്ങിനെയും ഷിയെയും കാണുന്നുണ്ട്. ജപ്തിയായി ലേലത്തിന് വെച്ച് ഇത് ഞങ്ങളെ സ്വന്തമാക്കാനുള്ള അഡ്വാൻസ് കൊടുത്തു എന്നും പറഞ്ഞ് ഇനി ഇത് ഞങ്ങളുടേതാണ്, ഫുള്ള് ഇടിച്ച് നിരത്തി കളയാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് അവിടെ മനഃപൂർവ്വം അവളുടെ മുന്നിൽ അവർ ഷോ ഇറക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായ സങ്കടം വരുന്നുണ്ട്. അവരാകട്ടെ പറ്റുന്ന രീതിയിൽ അവളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് എത്രത്തോളം ഈ ഒരു ഇടം പ്രിയപ്പെട്ടതായിരുന്നു എന്നറിയാവുന്ന നിങ്ങ മനഃപൂർവ്വം തന്നെ അവളെ വല്ലാണ്ട് ഷിയുടെ സന്തോഷത്തിന് വേണ്ടി ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. അവളെ അവിടെ നിന്ന് ജി കൂട്ടിക്കൊണ്ടുപോകുന്നു. അവന്റെ അടുത്ത് നിന്ന് മുന്നേ പിണങ്ങിപ്പോയി അവൾ ഇവിടേക്ക് വന്നിങ്ങനെ കഷ്ടപ്പെടുന്നത് അവൻ മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇവരുടെ മുന്നിൽ നിന്ന് അവളെ അവൻ കൂട്ടിക്കൊണ്ട് നേരെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ തന്റെ കൂടെ തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൂടെ എന്ന് പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മുന്നത്തെ കണക്ക് തന്നെ അവൾ റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴും അവനോട് അവൾക്ക് ഇതുവരെ അങ്ങനെ സ്നേഹമൊന്നും തോന്നിയിട്ടില്ല. അത് എന്തെങ്കിലും ഒരു കാര്യം കാണാനായി എന്ന പേരിൽ നൽകാനും സാധിക്കില്ല എന്നതായിരുന്നു അവൾ അവിടെ പറയുന്നത്. കാരണം അവളെ സംബന്ധിച്ച ഫീലിംഗ്സ് എന്നത് ജെനുവിൻ ആണ്, അത് ചുമ്മാ കാര്യം കാണാനായി ചെയ്യേണ്ട ഒരു കാര്യമല്ല. സൂവിന് വേണ്ടി അപ്പോഴേക്കും ആ ഒരു വീട് ലേലത്തിൽ വാങ്ങാനായി ജിക്ക് സാധിക്കുന്നുണ്ട്. അവൻ അത് സ്വന്തമാക്കാനായിട്ട് നിങ്ങും ഷിയും അഡ്വാൻസ് കൊടുത്തതെല്ലാം തടസ്സപ്പെടുത്തി അവൻ അത് നേടിയെടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങിനെയും ഷിയെയും ഈ ഒരു കാര്യത്തിൽ തോൽപ്പിക്കാനായി ജിയുടെ സഹായത്തോടു കൂടി സൂവിന് സാധിക്കുന്നു. അവൾക്ക് അത് ഒരുപാട് സന്തോഷമാവുന്നുണ്ടെങ്കിലും സൂവിന്റെ മുന്നിൽ തോറ്റു എന്നത് ഷിയെ സംബന്ധിച്ച് ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൾ ജിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അഡ്വാൻസ് കൊടുക്കാതെ മുഴുവൻ കാശ് കൊടുത്തത് വാങ്ങിച്ചായിരുന്നെങ്കിലും ഇപ്പൊ ഇങ്ങനെ നാണം കെട്ടേണ്ടി വരുമായിരുന്നു. അഡ്വാൻസ് കൊടുത്തിട്ട് പ്രോപ്പർ ആയിട്ട് അത് ഡോക്യുമെന്റിലാക്കാഞ്ഞത് കൊണ്ട് കണ്ടില്ല അത് നഷ്ടമായത്, നീ ഒരു ഫെയിലിയർ ആണെന്നൊക്കെ പറഞ്ഞ് അവൾ നിങ്ങിനോട് ദേഷ്യപ്പെടുമ്പോൾ അവനും ഒരു പരിധി ഉണ്ടായിരുന്നു. ഇവൾ ആദ്യമൊക്കെ സ്വീറ്റ് ആയി അവനോട് പെരുമാറിയാണ് സൂവിന്റെ ബോയ് ഫ്രണ്ട് ആയി അവൻ ഇരുന്ന സമയത്ത് അവനെ ചാക്കിലാക്കിയത്. പക്ഷേ ഇപ്പൊ അവൾ കാണിക്കുന്നത് കണ്ടില്ലെന്ന മട്ടില് അവന് ഭയങ്കര ദേഷ്യം വരുന്നു. അവനും അവളോട് ദേഷ്യപ്പെട്ട് നേരെ പോകുന്നത് സൂവിനെ കാണാനായിട്ടാണ്. സൂവിനോട് പിണക്കൊക്കെ മറന്ന് എന്റെ കൂടെ വന്നോടെ എന്ന രീതിക്ക് അവൻ സംസാരിക്കുമ്പോൾ അവന്റെ പുറകെ എത്തിയ ഷീ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന സു അവനോട് താല്പര്യമുള്ള കണക്ക് സംസാരിക്കുന്നുണ്ട്. ദേഷ്യം വരുന്ന ഷീ അവളെ ആക്രമിക്കാനായി വരുമ്പോഴേക്കും സൂവിനെ സപ്പോർട്ട് ചെയ്ത് നിങ് അത് തടയാണ്. കാരണം സു തന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്നിരുന്നാലും അവൾക്ക് തന്നെക്കാൾ നല്ലൊരു അലയൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ജി അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. അതുകൊണ്ട് തനിക്ക് അവളെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അവനിപ്പോ ഈ രീതിക്ക് വീണ്ടും പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ മാറി നിന്ന് ജിയും കാണുന്നുണ്ടായിരുന്നു. അവന് അത് കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും അവളെ പിന്നീട് കാണുന്ന ജി അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. അതായത് അവൾക്ക് ഇപ്പോഴും നിങ്ങിനോട് താല്പര്യമുണ്ടോ എന്നതായിരുന്നു അവൻ അറിയേണ്ടത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഇല്ലെന്നും അവനെ കണ്ടുമുട്ടിയത് ഒരു പണി കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണെന്നും അവൾ വ്യക്തമാക്കുമ്പോൾ അവൻ ഒരുപാട് സന്തോഷമാവുന്നു. അവൾ താൻ എത്ര തവണ പ്രപ്പോസ് ചെയ്തിട്ട് അവൻ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ആക്സെപ്റ്റ് ചെയ്യും എന്നൊരു പ്രതീക്ഷ അവനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ അവൾ അവളുടെ എക്സിനെ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു രീതിക്ക് ടെൻഷനായി അവന് ഇപ്പോഴാണ് സത്യത്തിൽ സമാധാനമായത്. എന്തായാലും പിന്നീട് അവളുടെ അടുത്ത് സംസാരിക്കാനൊക്കെ നിങ്ങ് വരുമ്പോൾ അവനോട് ഒരു ദേഷ്യമില്ലാത്ത കണക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവളുടെ ഉള്ളിൽ ഇവനും ഷീക്കും വിട്ട് നല്ല പണി കൊടുക്കണം എന്ന ഒരു പ്ലാനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഷീ ആകട്ടെ നിങ്ങിന്റെ കൂടെ നിന്ന് കമ്പനിയിൽ ചെറിയ തിരുമറി നടത്താനായി നോക്കുന്നുണ്ട്. ചെറുതല്ല, സ്വല്പം വലിയ ഒരു കാര്യം തന്നെയാണ്. അത് സൂ മനസ്സിലാക്കുകയും ഇവരെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ കലിപ്പിന് അവളെ ആക്രമിക്കാനായി ഒരു ബിസിനസ് മീറ്റിംഗിന്റെ ഇടയിൽ എല്ലാവരും പുറത്തുപോയ ശേഷം ഷീ ശ്രമിക്കുമ്പോഴേക്കും സൂവിനെ രക്ഷപ്പെടുത്താനായി ജി അതിന്റെ ഇടയിൽ കയറുന്നു. ആ ഒരു ടീം അവന്റെ കയ്യിൽ പരിക്കേൽക്കുന്നുണ്ട്. തുടർന്ന് അവന് മരുന്ന് വെച്ചു കൊടുക്കാനായി നിൽക്കുന്ന സൂ അപ്പോഴും അവൻ ഈ വേദനയോ അവൾക്ക് വേണ്ടി ഇടയ്ക്ക് കയറി അവന് പറ്റി പരിക്കോ ഒന്നും തന്നെ അവനൊരു കാര്യമല്ലെന്നും അവൾ അവനെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത്തവണ അത് കണ്ടില്ല എന്ന് നടിക്കാനായി അവൾക്ക് കഴിഞ്ഞില്ല. തുടർന്ന് അവൾ അവന്റെ ഗേൾ ഫ്രണ്ട് ആവാനായി സമ്മതിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സൂവിനോട് ഇവരുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് സൂവും ജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാതെ അവളെ പ്രപ്പോസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ജി മനസ്സിലാക്കുമ്പോൾ അവന് ഭയങ്കര ടെൻഷൻ. ഇവരുടെ റിലേഷൻഷിപ്പ് സീക്രട്ട്
ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, അത് പബ്ലിക്കായി അനൗൺസ് ചെയ്യണമെന്ന് അവൻ പറയുമ്പോൾ ഇപ്പോഴും അത് ചെയ്യണ്ട, എനിക്ക് കുറച്ചുകൂടെ പ്ലാനിങ് ഉണ്ടെന്ന് നിങ്ങിനും ഷീക്കും ഒരു പണി കൊടുക്കുന്നതിനെ പറ്റി സു അപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അധികം വൈകാതെ നിങ്ങിന് അവന്റെ ജോലിയൊന്നും നന്നായി ചെയ്യാൻ പറ്റാതെ അവൻ സാമ്പത്തികമായി നല്ലവണ്ണം പ്രശ്നത്തിലാകുമ്പോൾ ഷീ അവനിൽ നിന്ന് അകലുന്നു. അവൾ ഓപ്പൺ ആയി തന്നെ അവന്റെ മുന്നിൽ വെച്ച് വേറെ റിലേഷൻഷിപ്പിനൊക്കെ മുതിരുമ്പോൾ അവൻ അതിനെ ചോദ്യം ചെയ്യുന്ന ടീം അവനെ പോലെ ഒരു കാശില്ലാത്തവന്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് താല്പര്യമില്ലെന്നും വയസ്സനാണെങ്കിലും വെൽത്തി ആയിട്ടുള്ള ഒരാളെയാണ് തനിക്ക് താല്പര്യമെന്നും അവൾ പറയുന്നുണ്ട്. അവൾ തന്നെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നവൻ അവൾക്ക് വേണ്ടി സൂവിനെ ഒഴിവാക്കിയത് വലിയ നഷ്ടമായി ഫീൽ ചെയ്ത് നേരെ സൂവിന്റെ അടുത്ത് ചെന്ന് അവനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിക്കുന്നുണ്ട്. അവൾക്കും ജിക്കും ഇടയിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന കാര്യം അറിയാതെ തന്നെ. പക്ഷെ അവൾ അവനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അവനെല്ലാം നഷ്ടമായി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവനെ കാണണം എന്നത് തന്നെയായിരുന്നു അവളുടെ ആവശ്യം. അങ്ങനെ അവനെ കാണുന്നതിൽ അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന്റെ ഇടയിൽ വീണ്ടും സൂവിന് നേരെ ഷീയുടെ ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷെ അത്തവണയും ജി തന്നെയാണ് അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. ജി എന്തിനും ഏതിനും സൂവിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഷീ, ജിയെ പറ്റി നിനക്ക് എന്തറിയാം, അവന് ചൈൽഡ്ഹുഡിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു, അവൻ ഇത്രയും വർഷമായിട്ട് സിംഗിൾ ആയിട്ടുള്ളത് ആ പെൺകുട്ടിയെ തെരയുന്നത് കൊണ്ടാണ്, ഒരിക്കലും നിനക്ക് അവന്റെ ഇഷ്ടം കിട്ടാനേ പോകുന്നില്ല, അവൻ നിന്നെ കാര്യം കണ്ടു കഴിയുമ്പോൾ എന്തായാലും പുറത്താക്കും, അതുകൊണ്ട് നീ കൂടുതൽ നിഗളിക്കേണ്ടെന്നെല്ലാം ഷീ സൂവിനെ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ സൂവിന് ആകെ സങ്കടാവുന്നുണ്ട്. അവൾ ആരാണ് ജിയുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ക്രഷ് എന്നത് അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് അവൾ ആ സത്യം മനസ്സിലാക്കുന്നത്. അത് മറ്റാരുമല്ല, അവൾ തന്നെയായിരുന്നു. കുട്ടിക്കാലത്ത് ഇവർ ഒന്നിച്ച് കളിച്ച് വളർന്നവരായിരുന്നു. പക്ഷെ പിന്നീട് അവന്റെ ഫാമിലി വിദേശത്തേക്ക് മൂവ് ചെയ്യുകയും അങ്ങനെ ഇവർക്കിടയിലെ കോൺടാക്ട് നഷ്ടമാവുകയും ചെയ്തിരുന്നു. ഇവർ അന്ന് ഫ്രണ്ട്സ് ആയിരുന്നെങ്കിലും ഇവൻ അന്ന് മുതൽ അവളോട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളെ മനസ്സിൽ കണ്ടു നടക്കുകയായിരുന്നു എന്ന കാര്യമൊന്നും അവൾക്ക് അറിയില്ലല്ലോ. കൂടാതെ പിന്നീട് ഇവനെ കാണുമ്പോൾ ഇവന് ഒരുപാട് രൂപവ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചിലത്തെ ആ ഒരു ഫേസ് കട്ട് പോലും അവൻ ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടിക്കാലത്ത് അവൾക്ക് അറിയാവുന്നത് ഇവന്റെ പെറ്റ് നെയിം ആയിരുന്നു. പക്ഷെ ഒഫീഷ്യൽ ഇവന്റെ നെയിം ജി എന്നതായിരുന്നു എന്നതൊന്നും അറിയാത്തവൾ ഇവനാണ് തന്റെ ആ ഒരു പഴയ ഫ്രണ്ട് എന്നും ഒട്ടും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവളെ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇവളെ കണ്ടപ്പോൾ മുതൽ അവൻ അവളെ പ്രപ്പോസ് ചെയ്ത് പിറകെ നടന്നിരുന്നത്. അന്നൊക്കെ ഇവൻ പിറകെ നടന്നപ്പോൾ ഇവൻ ടൈം പാസിന് വേണ്ടി നടക്കുകയാണ് എന്ന് പറഞ്ഞാണ് അവൾ പ്രണയം ഒരിക്കലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി തരാൻ പറ്റുന്ന കാര്യമല്ല, ഇമോഷൻസ് അത് റിയൽ ആണെന്ന് പറഞ്ഞവനെ റിജക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇവൻ തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്, തങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന കാര്യങ്ങൾ ഇപ്പോഴാണ് അവൾ അറിയുന്നത്. അവൾ ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവരുടെ റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കാനായി അവൾ തീരുമാനിക്കുന്നു. അത് അവന് ഒരുപാട് സന്തോഷം നൽകും. തനിക്ക് ഇതിൽ കൂടുതൽ വലിയൊരു സർപ്രൈസ് അവന് കൊടുക്കാനായിട്ടില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യുകയാണ്. ഇവരുടെ റിലേഷൻഷിപ്പ് ഒഫീഷ്യലായി മാരേജിലേക്ക് കൊണ്ടുപോകാനായി അവൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ വളരെ സന്തോഷത്തിൽ ആ റിങ് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവർ ഒന്നിച്ച് മുന്നോട്ട് ജീവിച്ചു തുടങ്ങുന്നിടത്ത് ഈ ഒരു കഥയും ഹാപ്പിയായി എൻഡ് ചെയ്യുകയാണ്.